ഡോക്ടറെ, എനിക്ക് നാളെ വിരേചനം ചെയ്യാവോ? അതിനെന്താ, ചെയ്യാമല്ലോ, ഇരിക്കും. അതെ, ഈ വിരേചനം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് എടുത്ത് ചാടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനുവേണ്ടി ഒത്തിരി മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് നെയ്യ് കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നീട് പുറമേ എണ്ണ തേച്ചിട്ട് വിയർപ്പിക്കൽ, പിന്നെ അവസാനത്തെ ദിവസമാണ് വിരേചനത്തിന് വേണ്ടിയുള്ള മരുന്ന് തന്നിട്ട് വയറിളക്കുന്നത്. അപ്പോൾ ഈ നെയ്യ് കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ നെയ്യുടെ ഡോസ് ഓരോ ദിവസവും തീരുമാനിക്കുന്നത് തലേ ദിവസം കഴിച്ച നെയ്യ് എത്ര മണിക്കാണ് ദഹിച്ചത്, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴാണ് വിശപ്പ് വന്നത്, അതൊക്കെ അനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഡോസ് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെ നെയ്യ് കഴിച്ചിട്ട് ഈ നെയ്യ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ ഈ നെയ്യ് എത്തിയിട്ടുണ്ടെന്നുള്ളതിന് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ നെയ്യ് കഴിക്കുന്ന കാര്യം നിർത്തുന്നത്. അതിനുശേഷം 3 ദിവസം നമ്മുടെ ശരീരത്തിലൊക്കെ എണ്ണ തേച്ചിട്ട് വിയർപ്പിക്കും. എന്നിട്ട് 4ാമത്തെ ദിവസം രാവിലെയാണ് വിരേചന ഔഷധങ്ങൾ തരുന്നത്. അപ്പോൾ ഈ ഔഷധം തന്നെ തീരുമാനിക്കുന്നത് നമ്മൾ ഏത് അസുഖമാണ്, എന്തിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്, അതനുസരിച്ചിട്ടാണ് നമ്മൾ ഏതാണ് മരുന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ വിരേചനം ചെയ്യുമ്പോൾ 10 തവണ പോകും, എന്നുവെച്ചാൽ വയറൊഴിഞ്ഞു പോകും. ചിലവർക്ക് 20 തവണ പോകും, ചിലവർക്ക് 25 തവണ, അങ്ങനെ ചിലവർക്ക് 30 തവണ വരെ വയറൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ആഹാരം കഞ്ഞി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കഞ്ഞി, എന്തെങ്കിലും തോരൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വിശപ്പ് വരുമ്പോൾ മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ചില പഥ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അത് ചെയ്യുന്ന സമയത്ത് വിശദമായിട്ട് പറഞ്ഞു തരാം. പിന്നെ ഈ ഒരു 3 ദിവസം ഈ നമ്മൾ പുറമേ ഉള്ള അഭ്യംഗവും സ്റ്റീമും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുളിയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാം. എന്താ വെച്ചാൽ ദോശ, രസം കൂട്ടി ചോറുണ്ണ, ആ ഒരു 3 ദിവസം അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ഡോക്ടറെ, വിരേചനം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, നമ്മൾ ഈ വയറൊഴിഞ്ഞു പോകുമ്പോൾ എത്ര തവണയാണ് പോകുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് പിന്നുള്ള പഥ്യാഹാരം വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം 10 തവണയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ദിവസം പഥ്യാഹാരം നോക്കിയാൽ മതി. പിന്നെ 10 പ്രാവശ്യത്തിന് മുകളിൽ വയറൊഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഒരു 5 ദിവസം ഉണ്ടാവും പഥ്യാഹാരം നോക്കേണ്ടത്. പിന്നെ 20 തവണയ്ക്ക് മുകളിലാണെങ്കിൽ 7 ദിവസം പഥ്യാഹാരം തന്നെയാണ് കഴിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ വിരേചനം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജഠരാഗ്നിയൊക്കെ വളരെ ലോ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം പിന്നെ അതിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ ആകെ താറുമാറാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ തെളിവെള്ളമാണ് കഴിയുക. എന്ന് വെച്ചാൽ കഞ്ഞിയുടെ മുകളിലുള്ള തെളിവെള്ളം കുടിക്കുക, പിന്നെ കഞ്ഞിവെള്ളം ധാരാളമായി കുടിക്കാം, പിന്നെ കഞ്ഞി കുടിക്കാം, പിന്നെ നല്ല വെന്ത ചോറ് ചെറുപയർ തോരനും കൂട്ടിയാണ് കഴിക്കേണ്ടത്. പിന്നെ അതിന് ശേഷം ചോറും തോരനും ഒക്കെ കഴിക്കാം. പിന്നെ ഒരു വെജിറ്റബിൾ സൂപ്പ്, പിന്നെ മട്ടൺ സൂപ്പ്, പിന്നെ കഴിയുന്നതും വെജിറ്റേറിയൻ ആഹാരം തന്നെ 1 മാസമെങ്കിലും ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഈ പറഞ്ഞ ഓർഡർ എന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെയല്ല ഇതെല്ലാം കഴിക്കേണ്ടത്. അപ്പം ഇതാണ് കംപ്ലീറ്റ് ആ ഒരു വിരേചനം എന്ന് പറഞ്ഞ പ്രോസസ്സ്. എല്ലാം മനസ്സിലായോ? അപ്പം നമുക്ക് വേണമെങ്കിൽ നാളെ തൊട്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാം. നാളെ രാവിലെ തന്നെ നെയ്യ് കഴിച്ച് തുടങ്ങാം.